അൺലിമിറ്റഡ് യാത്രാ ഓഫറുമായി KSRTC 1000 മുതൽ 5000 രൂപ വരെയുള്ള പ്രീപെയ്ഡ് കാർഡുകൾ എടുത്താൽ AC ബസ്സുകളിലടക്കം കേരളത്തിൽ എവിടെയും എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. ഒരു മാസമാണ് കാർഡിന്റെ കാലാവധി. നോട്ട് പ്രതിസന്ധി മറികടക്കുന്നതിനും കൂടുതൽ യാത്രക്കാരെ KSRTCയിലേക്ക് ആകർഷിക്കാനുമാണ് പുതിയ പദ്ധതി. 1000 രൂപയുടെ ബ്രോൺസ് കാർഡാണ് ഏറ്റവും കുറഞ്ഞത്. ഇതെടുത്താൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ ജില്ലയ്ക്കുള്ളിൽ എവിടെയും സഞ്ചരിക്കാം. ജില്ല കടന്നുള്ള യാത്ര പറ്റില്ല. അതേസമയം തിരുവനന്തപുരത്തുള്ള ഒരാൾ കോട്ടയത്തെത്തിയാൽ ആ ജില്ലയിൽ എവിടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ ഈ കാർഡ് കാണിച്ച് യാത്ര പോകാം. 1500 രൂപയുടെ സിൽവർ കാർഡ്. ഈ കാർഡ് ഉപയോഗിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ എവിടെയും സഞ്ചരിക്കാം. ദീർഘദൂര യാത്രക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ് 3000 രൂപയുടെ ഗോൾഡ് കാർഡ്. ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും പോകാം. 5000 രൂപയുടെ പ്രീമിയം കാർഡ് എടുത്താൽ KSRTCയുടെ സ്കാനിയ, വോൾവോ ഒഴികെയുള്ള എല്ലാ ബസ്സുകളിലും KURTCയുടെ AC വോൾവോ ഉൾപ്പെടെ എല്ലാ ബസ്സുകളിലും യാത്ര ചെയ്യാം. ഒരു ദിവസം നിശ്ചിത യാത്രകളെ പാടുള്ളൂവെന്ന നിബന്ധനയില്ല. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ കാർഡിന്റെ കാലാവധി തീരും. വീണ്ടും യാത്ര ചെയ്യണമെങ്കിൽ കാർഡ് പുതുക്കണം. കൂടുതൽ ചില്ലറ പ്രശ്നങ്ങളും ആൾക്കാരെ എപ്പോഴും പൈസ കൊണ്ട് നടക്കേണ്ട കാര്യമല്ല. ഏകദേശം നല്ല ഒരു ഡിസ്കൗണ്ടഡ് റേറ്റാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. തുടക്കം ആയതുകൊണ്ട് സ്മാർട്ട് കാർഡ് സിസ്റ്റമിലേക്ക് മാറാനുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ഈ കാർഡ് നമ്മൾ പ്രീപെയ്ഡ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രീപെയ്ഡ് കാർഡിൽ കാർഡ് എടുക്കുന്നയാളിന്റെ തിരിച്ചറിയൽ കാർഡ് നമ്പർ കൂടി പതിക്കും. ബസ്സിൽ കയറുമ്പോൾ പ്രീപെയ്ഡ് കാർഡിനൊപ്പം തിരിച്ചറിയൽ കാർഡും കണ്ടക്ടറെ കാണിക്കണം. കാർഡുകളിൽ ഹോളോഗ്രാം പതിക്കുന്നതോടെ വ്യാജം നിർമ്മിച്ച തട്ടിപ്പ് നടത്താനുള്ള സാധ്യതകളും ഇല്ലാതാകും. സർക്കാർ ജീവനക്കാരടക്കമുള്ള സ്ഥിരം യാത്രക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പുതിയ പദ്ധതി. അടുത്ത ആഴ്ച പദ്ധതി നിലവിൽ വരുന്നതോടെ വരുമാനത്തിലും വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് KSRTC. തിരുവനന്തപുരത്തു നിന്നും ബിജി തോമസ്, മനോരമ.